മാടൻ ഒരു ഗ്രാമീണ ദ്രാവിഡ മൂർത്തിയാണ്. ചുടലമാടനെന്നും മാടൻ അറിയപ്പെടുന്നു. ശിവന്റെയും പാർവതിയുടെയും മകനാണ് മാടനെന്നും പറയപ്പെടുന്നുണ്ട്. കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ പണ്ടുകാലത്ത് ആളുകൾ ആരാധിക്കുകയും ഭയക്കുകയും ചെയ്തിരുന്ന ഒരു മൂർത്തിയാണ് മാടൻ. തമിഴ്നാട്ടിലാണ് മാടനെ കൂടുതലായി ആരാധിക്കുന്നത്. തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളുടെയോ സമൂഹങ്ങളുടെയോ ചില പൂർവികരുടെ രക്ഷാധികാരിയിൽ നിന്നാണ് മാടൻ ഉത്ഭവിച്ചതെന്ന് കരുതാം. മാടനെ രക്ഷകനായി കണക്കാക്കുന്നു. ദുഷ്ടശക്തികളിൽ നിന്ന് ആളുകളെ സംരക്ഷിക്കുന്ന കാവൽ ദൈവമാണ് മാടൻ എന്ന് വിശ്വസിക്കുന്നു. ശ്മശാനങ്ങളിലാണ് പ്രധാനമായും ചുടലമാടൻ താമസിക്കുന്നതെന്നാണ് വിശ്വാസം. ശ്മശാനങ്ങളിൽ നിന്നും പുറപ്പെടുന്ന ദുഷ്ടശക്തികളെ നിയന്ത്രിക്കുവാൻ ശിവൻ അവനെ സൃഷ്ടിക്കുകയും ചുടലമാടൻ എന്ന പേര് നൽകുകയും ചെയ്തതായി പറയപ്പെടുന്നു. മാതൃദേവതയായ പേച്ചിയമ്മൻ, ബ്രഹ്മശക്തി അമ്മൻ, ചുടലമുണ്ടൻ എന്നിവരോടൊപ്പമാണ് സാധാരണയായി മാടൻ കാണപ്പെടുന്നത്. മാടത്തിയാണ് ഭാര്യ. മാടൻ നിരവധി ക്ഷേത്രങ്ങളിലെ കൊടിമരത്തിന്റെ സംരക്ഷകനാണെന്നും വിശ്വാസമുണ്ട്. പാർവതീദേവിക്കൊരു കുഞ്ഞു വേണമെന്ന ആഗ്രഹമുണ്ടായി. ദേവി തന്റെ ആഗ്രഹം ശിവനോട് പറഞ്ഞു. തപസ്സു ചെയ്ത് കുഞ്ഞിനെ നേടാൻ ശിവൻ പാർവതിയോട് നിർദ്ദേശിച്ചു. അതനുസരിച്ച് കൈലാസത്തിലെ 1000 കൽമണ്ഡപത്തിൽ പാർവതി തപസ്സു തുടങ്ങി. നീണ്ട നാളത്തെ തപസ്സിന് ശേഷം പാർവതി ശിവനെ പ്രസാദിപ്പിച്ചു. ശിവൻ തന്റെ മുടിയുടെ ഒരു ഭാഗം പറിച്ചെടുത്ത് നിലത്തെറിഞ്ഞു. നിലത്ത് വീണപ്പോൾ തന്നെ മുടി കത്താൻ തുടങ്ങി. പാർവതിയുടെ വസ്ത്രത്തിലേക്ക് തീ പടർന്നു. ആ അഗ്നിയിൽ നിന്നാണ് ചുടലമാടൻ ജനിക്കുന്നത്. പാർവതി ആദ്യം കുഞ്ഞിന് മുലപ്പാലിന് പകരം അമൃത് നൽകി അവനെ അനശ്വരനാക്കി. കുട്ടി കട്ടിയുള്ള ആഹാരം ആഗ്രഹിച്ചു. അത് കിട്ടാതെ വന്നപ്പോൾ അവൻ ശ്മശാനത്തിൽ പോയി കത്തുന്ന ശവങ്ങൾ തിന്നാൻ തുടങ്ങി. മാംസത്തോട് അത്രയധികം ഇഷ്ടമുള്ളതിനാൽ ഭൂമിയിൽ പോയി മനുഷ്യരെ സംരക്ഷിക്കാൻ ശിവൻ അവനോട് നിർദ്ദേശിച്ചു. അതനുസരിച്ച് ഭൂമിയിൽ പോയ മാടൻ ചുടലക്കളത്തിൽ വാസം തുടങ്ങി. മാടന്റെ പ്രതിമകൾക്ക് ത്രികോണാകൃതിയിലുള്ള സ്തംഭം പോലുള്ള ഘടനകളാണ്. ഈ രൂപത്തിലുള്ള പ്രതിമകൾ കല്ലിൽ കുത്തിയെടുത്തതാണ്. തുറന്ന സ്ഥലത്തോ ലളിതമായ മേൽക്കൂരയിലോ മാടൻ സ്ഥിതി ചെയ്യുന്നതായാണ് വിശ്വാസം. ബ്രാഹ്മണരോ മറ്റുയർന്ന ജാതിക്കാരെന്ന് പറയപ്പെടുന്നവരോ മാടനെ ആരാധിക്കാറില്ല. വൈദിക മതത്തിന് മുൻപുള്ള ആചാരങ്ങളാണ് മാടനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ശൈവമതവുമായും ദ്രാവിഡ നാടോടി മതത്തിന്റെ ആചാരങ്ങളുമായും മാടൻ ആദരിക്കപ്പെടുന്നു. പാകം ചെയ്ത ഭക്ഷണപാനീയങ്ങൾ വഴിപാടുകളായി നൽകിയാൽ മാടന്റെ പ്രീതി കിട്ടുമെന്ന് കരുതപ്പെടുന്നു. മുഖ്യധാര ഹിന്ദു പാരമ്പര്യത്തിനെതിരായ മത്സ്യമാംസ ഭക്ഷണങ്ങളാണ് ഭക്തർ മാടന് നേദിക്കുന്നത്. ആട്, കോഴി, പന്നി എന്നിവയെ ബലിയർപ്പിച്ചും മാടന് നേദിച്ചിരുന്നു. വെള്ളിയാഴ്ചകളാണ് മാടന്റെ പ്രധാന ആരാധനാ ദിവസമായി നിശ്ചയിച്ചിരുന്നത്. മാടന്റെ പ്രധാന ഉത്സവങ്ങൾ വർഷം തോറും നടത്തപ്പെടുന്നു. ഈ ഉത്സവങ്ങളെ കൊടൈ എന്നാണ് വിളിക്കുന്നത്. ഭക്തരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഒരു ദിവസം മുതൽ പല ദിവസം വരെ കൊടൈ ആഘോഷിക്കുന്നു. ചില പ്രശസ്തമായ ക്ഷേത്രങ്ങൾ 10 ദിവസം വരെ ഇത് ആഘോഷിക്കാറുണ്ട്. ഉത്സവ സമയങ്ങളിൽ ദേവതകളെ പൂക്കൾ കൊണ്ട് അലങ്കരിക്കും. ചില ആളുകൾ ഈ സന്ദർഭത്തിൽ മാടന്മാരാവുകയും ഭക്തർ അവരിലൂടെ മാടനോട് സംസാരിക്കുകയും ചെയ്യുന്നു. കൊല്ലത്തും തിരുവനന്തപുരത്തും ധാരാളം ക്ഷേത്രങ്ങളിൽ മാടൻ നട കാണാം. ഇവിടെ ഉപദൈവമായിട്ടാണ് മാടനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. രാത്രി കൂരിരുട്ടിൽ നെരിപ്പോട് മാടൻ ഒരു വിളക്കുമായി ഇറങ്ങി നടക്കും. മാടനെ എപ്പോഴും നമുക്ക് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. ചിലപ്പോൾ ഒരു തീനാളം മാത്രം സഞ്ചരിക്കുന്നത് കാണാം. കുട്ടികൾ രാത്രി പുറത്തിറങ്ങരുതെന്നും പുറത്തിറങ്ങിയാൽ മാടനെ കണ്ട് പേടിക്കുമെന്നും പഴയകാലത്തെ അമ്മൂമ്മമാർ പറയും. നിഴൽ നോക്കി അടിച്ചുകൊല്ലുന്ന ദുർദേവതയാണ് മാടനെന്നാണ് സങ്കല്പം. ഒറ്റപ്പാളയിൽ തീർത്ത മുഖാവരണവും നെഞ്ചുമാലയുമാണ് മാടൻ കോലത്തിന്റെ വേഷം. തൊപ്പിമാടൻ, വടിമാടൻ, ചുടലമാടൻ, കാലമാടൻ എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന മാടൻ കോലങ്ങളുണ്ട്. തൊപ്പിമാടന് തൊപ്പി ഉണ്ടായിരിക്കും, വടിമാടന് വടിയും. ഇടത് കൈ കിളത്തി മുന്നോട്ടും വലത് കൈ പിന്നോക്കമായി മുന്നോക്കം വെച്ചും ഇടയിലൂടെ പിടലിയോട് ചേർത്ത് വച്ചിരിക്കുന്ന വടി ബലപ്പെടുത്തി ആകാശത്തേക്ക് നോക്കിക്കൊണ്ടാണ് മാടൻ കോലം തുള്ളുന്നത്. രോഗപീഠ ബാധിച്ച് അനാഥമായ ആത്മാക്കൾ ഭൂമിയിൽ അലയാനിടവരുത്താതെ നിഴൽ നോക്കി അടിച്ചു കൊല്ലാൻ ശിവന്റെ നിർദ്ദേശപ്രകാരം ഭൂമിയിലെത്തുന്ന ദേവകിങ്കരനാണ് കാലമാടൻ. പ്രേതബാധയിൽ നിന്നുള്ള മോചനത്തിനായി കാലമാടൻ കോലം തുള്ളുന്നു. 5.25 കോൽ ഉയരത്തിൽ ചട്ടമുണ്ടാക്കി കരിമ്പടം കൊണ്ട് പൊതിഞ്ഞ് അതിനുള്ളിൽ നിന്നുകൊണ്ടാണ് കാലമാടൻ തുള്ളുന്നത്. രക്ഷ കിട്ടാത്ത ഒരു സ്ത്രീയുടെ ആത്മാവിനെയാണ് മറുത എന്ന് വിളിക്കുന്നത്. ഈ ആത്മാവ് സദാ അലഞ്ഞു നടക്കുകയാണെന്നാണ് വിശ്വാസം.
പല നാടുകളിലും ഈ വിശ്വാസം നിലനിൽക്കുകയും ഇതിന്റെ ശല്യം ഒഴിവാക്കുന്നതിനായി പ്രത്യേക ആരാധനകളും പൂജകളും നടത്തുകയും ചെയ്യാറുണ്ട്. മറുതയുടെ ശല്യം ദുർമരണത്തിന് വരെ കാരണമാകുമെന്ന് പഴമക്കാർ വിശ്വസിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിരവധി കഥകളുണ്ട്. മറുത എന്ന സങ്കല്പം പകയുമായി അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന ഒരു സ്ത്രീയുടെ ആത്മാവുമായി ബന്ധപ്പെട്ടതാണ്. അതിനാൽ ഈ വിശ്വാസത്തെ എല്ലാവരും ഭയക്കുന്നു. കോലം തുള്ളലിലും പടേനിയിലും മറുതാക്കോലം തുള്ളാറുണ്ട്. തള്ളമറുത, പിള്ളമറുത, പച്ചമറുത, പാണ്ഡിമറുത, കാലകേശി മറുത, പണ്ടാരമറുത, ഈശാന്തൽ മറുത എന്നിങ്ങനെ മറുത പലവിധമുണ്ട്. ഓരോ മലകളാണ് ഈ ദേവതകളുടെ ദേവത എന്നും ചിലർ കരുതുന്നു. മറുതയെ ഒരു ദേവതയായി സങ്കല്പിക്കുന്നവരുണ്ട്. പടയണിയിൽ മറുതാക്കോലം ഒറ്റപ്പാളയിലാണ് ചിത്രീകരിക്കുന്നത്. സേലം കന്യാകുമാരി നാഷണൽ ഹൈവേയിൽ ഹരിപ്പാടിന് പോകുന്ന വഴിയിൽ നാഷണൽ ഹൈവേയുടെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശമാണ് മറുതമുക്ക്. ഈ സ്ഥലത്ത് മറുതയുടെ ശല്യമുണ്ടെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നു. സന്ധ്യ കഴിഞ്ഞാൽ ഈ വഴിയിലൂടെ കഴിയുന്നതും ആളുകൾ സഞ്ചരിക്കാറില്ലത്രേ. നാഷണൽ ഹൈവേയിൽ നിന്ന് ഗ്രാമത്തിലേക്ക് പോയാൽ ഗ്രാമാതിർത്തിയിൽ കാടും വള്ളികളും പടർന്നു പിടിച്ച് പന്തലിച്ചു കിടക്കുന്ന ഒരരയാൽ കാണാം. ഇവിടെയാണത്രേ മറുത വസിക്കുന്നത്. ഈ അരയാലിന് പിറകിലായി ഒരു ചതുപ്പു നിലവും ചെളി നിറഞ്ഞ ചാലുമുണ്ട്. മറുതെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നവരുടെ മൃതദേഹങ്ങൾ പിറ്റേന്ന് ഈ ചാലിലാണ് കാണപ്പെടുന്നത്. മറുത വസിക്കുന്ന ആൽമരം ഉഗ്രവിഷമുള്ള സർപ്പങ്ങളുടെ സങ്കേതമാണ്. എവിടെ നോക്കിയാലും പാമ്പുകൾ. ഈ ആൽമരത്തിന്റെ ചുവട്ടിൽ നിധിയുണ്ടെന്നും സർപ്പങ്ങൾ ആ നിധിക്ക് കാവൽ നിൽക്കുകയാണെന്നുമാണ് ഇവിടെയുള്ള ജനങ്ങളുടെ വിശ്വാസം. നേരം ഇരുട്ടിക്കഴിഞ്ഞാൽ ആരും ഈ ആൽമരത്തിന്റെ അടുത്തോ പരിസര പ്രദേശങ്ങളിലോ പോകാറില്ല. സന്ധ്യയ്ക്ക് അവിടെ എത്തുന്നവർ ഒരു ഹിപ്നോട്ടിസത്തിന് അടിമപ്പെടുകയും മറ്റൊരു ലോകത്തിൽ എത്തുകയും ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നു. മുന്നിലുള്ള ചാല് നീണ്ടു നിവർന്ന് വിശാലമായി കിടക്കുന്ന വയലായി അവർക്ക് തോന്നുന്നു അത്രേ. ആരോ മുന്നോട്ട് നടക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നതായി തോന്നുകയും അങ്ങനെ മുന്നോട്ട് നടന്ന ചാലിൽ വീണ് മരിക്കുകയുമാണത്രേ ചെയ്യുന്നത്. നിരവധി ആളുകൾ ഈ ചാലിൽ വീണ് മരിച്ചതിനാൽ നാട്ടുകാർ ഈ ചാൽ മണ്ണിട്ട് നികത്താൻ ശ്രമിക്കുകയുണ്ടായി. എന്നാൽ ഇട്ട മണ്ണ് മുഴുവൻ താഴ്ന്നു പോവുകയും ചതുപ്പുനിലം കൂടുതൽ ആഴം പ്രാപിക്കുകയുമാണ് ചെയ്തത്. ആളുകൾ വീണു മരിച്ച ചാലിന്റെ ഒരു ഭാഗത്ത് ഒരു പ്രത്യേക തരം ചെടി വളർന്ന് കാടുപോലെ രൂപപ്പെട്ടിരിക്കുന്നു. ഈ ചെടി വളർന്നാൽ ആ പ്രദേശം മുടിയുമെന്നാണ് കാർന്നോന്മാരുടെ വിശ്വാസം. നാട്ടുകാർ ഈ ചെടിയെ പിഴുതെറിയാൻ JCB ഉപയോഗിച്ചുവെങ്കിലും JCB കൊണ്ട് പോലും ഈ ചെടി പിഴുതെടുക്കാൻ സാധിക്കാതെ വരികയും അത് കൂടുതൽ ശക്തിയിൽ തഴച്ചു വളരുകയും ചെയ്തു. രാത്രികാലങ്ങളിൽ ഈ ചാലിന്റെ അടുത്തുനിന്ന് ഒരു തീഗോളം ഉയർന്ന് തെക്കുനിന്ന് വടക്കോട്ട് പോകാറുണ്ടെന്ന് പറയപ്പെടുന്നു. രാത്രിയിൽ മറുത തീഗോളമായും രണ്ടാൾ പൊക്കമുള്ള ഭീകരരൂപമായും സഞ്ചരിക്കാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. പണ്ടിവിടെ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയുടെ ആത്മാവാണിതെന്നും ഈ ഗ്രാമവാസികൾ കാരണമാണ് അവർ മരിച്ചതെന്നും ആ പകയാണ് തലമുറകളായി ഈ ഗ്രാമത്തെ പിന്തുടരുന്നതെന്നും കാരണവന്മാർ പറയുന്നു. പണ്ട് ഈ ദേശത്ത് ചായക്കട നടത്തിയിരുന്ന ഒരു സ്ത്രീക്ക് വസൂരി ബാധിച്ചു അത്രേ. അവർ സഹായത്തിനായി ഈ പ്രദേശത്ത് ഓടി നടന്നു. നാട്ടുകാരവരെ മറുതയെന്ന് വിളിച്ച് ആട്ടിപ്പായിക്കുകയും കല്ലെടുത്തെറിയുകയും ചെയ്തു. അങ്ങനെ മരിച്ച അവരുടെ ആത്മാവാണ് മറുതയായി ഈ നാട്ടുകാരെ ഇന്നും ശല്യം ചെയ്യുന്നതെന്നുമാണ് മറ്റൊരു കഥ. ഈ കഥകൾ വിശ്വസിക്കാത്തവരുമുണ്ട്. അവർ പലതവണ ഈ പ്രദേശത്തിന്റെ പേര് മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും അവിടം ഇന്നും മറുതമുക്കായി അറിയപ്പെടുന്നു. മറുത വസൂരി ദേവതയായും ആരാധിക്കപ്പെടുന്നു. മറുതക്കോലത്തിന്റെ മുഖം മൂടി ഒറ്റ അങ്കണ ഇല കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മുഖത്ത് കരിപ്പൊടി എണ്ണയിൽ കലർത്തിയതാണ്. കൂടാതെ വ്യാജ പല്ലുകളുമുണ്ട്. കുരുത്തോല ഉപയോഗിച്ചാണ് മറുതക്കോലത്തിന്റെ മുടി ഉണ്ടാക്കുന്നത്. വസ്ത്രധാരണം കൂടുതലും പച്ചയാണ്. മറുതക്കോലങ്ങൾ കത്തുന്ന പന്തങ്ങൾ, വിറകുകൾ, വീശുപാള, മുറം മുതലായവ വഹിക്കുന്നു. മറുതക്കോലത്തിന്റെ നൃത്തം മാതൃത്വത്തിന്റെയും നർമ്മത്തിന്റെയും ഭക്തിയുടെയും വിവിധ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നു. കരിമറുത, കാലകേശി മറുത, പച്ചമറുത, പണ്ടാരമറുത, തള്ളമറുത, ഈസന്തൻ മറുത എന്നിവയാണ് കേരളത്തിൽ അവതരിപ്പിക്കുന്ന മറുതാക്കോലത്തിന്റെ വ്യത്യസ്ത ഇനങ്ങൾ. രോഗപീഠകളിൽ നിന്നുള്ള മോചനമാണ് മറുതാക്കോലം തുള്ളുന്നതിലൂടെ ലക്ഷ്യമാക്കുന്നത്. പനി, ഉഷ്ണം, വിയർപ്പ്, ചൂട് എന്നിവയും പിത്തവും മറുതാക്കോലം തുള്ളിച്ചൊഴിവാക്കാമെന്നാണ് ഭക്തരുടെ വിശ്വാസം.